താഴമൺ കുടുംബം ശബരിമലയിലെ തന്ത്രിസ്ഥാനം ഒഴിയണമെന്ന് പറഞ്ഞിരിക്കുകയാണ് ബി.ജെ.പി. നേതാവ് കെ.എസ്. രാധാകൃഷ്ണൻ. ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിനും കോടാനുകോടി അയ്യപ്പ ഭക്തർക്കും ഇത്രയേറെ അവമതിപ്പും ദുഃഖവും ഉണ്ടാക്കിയവരാണ് തന്ത്രി കുടുംബം. ശബരിമലയിൽ ആചാര ലംഘനം നടത്തി അശുദ്ധി വരുത്തിയ മനീതി സംഘം പോലും തന്ത്രി കുടുംബം ചെയ്ത അത്രയ്ക്ക് അശുദ്ധി ശബരിമലയ്ക്ക് ഉണ്ടാക്കിയിട്ടില്ല. മനീതി സംഘം ചെയ്ത അശുദ്ധി പരിഹാരക്രിയ ചെയ്ത് ശുദ്ധമാക്കാൻ കഴിയും. ഈ കുടുംബത്തിലെ മോഹനര് തന്ത്രിയെ വേശ്യാപുരയിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. ജയിലിൽ പോയി ക്രിമിനൽ കേസിൽ വിചാരണ നേരിട്ടു. ധർമ്മശാസ്താവിന്റെ നൈഷ്ഠിക ബ്രഹ്മചര്യഭാവ പ്രതിഷ്ഠയുള്ള ശബരിമലയിലെ തന്ത്രിയെയാണ് വേശ്യാപുരയിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തത്. മോഹനരുടെ സഹോദരൻ രാജീവ് ഒരു വ്യാജരേഖ ചമച്ച് സ്വർണ്ണക്കൊള്ള നടത്തിയ 2 കേസുകളിൽ പ്രതിയാണ്. പ്രതിഷ്ഠാമൂർത്തിയുടെ പിതൃസ്ഥാനം തന്ത്രിക്കാണ് എന്നാണ് അവകാശവാദം. അങ്ങനെയെങ്കിൽ പുത്ര ഹത്യക്ക് കൂട്ടുനിന്ന പിതാവ് എന്ന ദുഷ്പേര് കൂടി രാജീവർക്ക് ലഭിക്കും. അതിനെന്ത് പരിഹാരമാണുള്ളതെന്നും കെ.എസ്. രാധാകൃഷ്ണൻ ചോദിക്കുന്നു. ഈ മോഹനർ ജയിലിൽ കിടന്നപ്പോൾ തന്റെ മകൻ മഹേശ്വരരെ തന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ടു. ക്ഷേത്രത്തിന്റെ ഉടമകളാണ് തന്ത്രികളെ നിയമിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് ശബരിമല ക്ഷേത്രത്തിന്റെ ഉടമകൾ. അവർ അത് അംഗീകരിക്കുകയും ചെയ്തു. അങ്ങനെ മോഹനരുടെ മകൻ മഹേശ്വരർ തന്ത്രിയായി. തന്ത്രി രാജീവരെ സ്വർണ്ണക്കൊള്ള നടത്തിയതിന് ജയിലിൽ കിടക്കുകയും പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട് വിചാരണ നേരിടുകയും ചെയ്യുന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ മകൻ ബ്രഹ്മദത്തരെ തന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് അദ്ദേഹം കത്ത് നൽകിയിരിക്കുന്നു. ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ട് വിചാരണ നേരിടുന്നവരുടെ മക്കൾക്ക് വേണ്ടി സംവരണം ചെയ്ത് സൂക്ഷിച്ചിട്ടുള്ള പദവിയാണോ ശബരിമല തന്ത്രിയുടേതെന്നും അദ്ദേഹം ചോദിക്കുന്നു. ക്ഷേത്ര തന്ത്രിമാരെ തൽസ്ഥാനത്ത് നിന്നും മാറ്റാൻ ക്ഷേത്ര ഉടമകൾക്ക് അവകാശമുണ്ടെന്നും ഭരണഘടനക്കും നിയമത്തിനും ചട്ടങ്ങൾക്കും അനുസരിച്ച് തന്ത്രികളെ മാറ്റാൻ ഉടമകൾക്ക് അധികാരം ഉണ്ടെന്ന കോടതി വിധിയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കർണാടക ഹൈക്കോടതി വിധി പ്രകാരം പരമ്പരാഗത തന്ത്രി കുടുംബത്തിലെ നിയമപ്രകാരം അർഹതയുള്ള അംഗം മാത്രമേ തന്ത്രിയാകാൻ പാടുള്ളൂ. എന്നാൽ ഗായത്രി മന്ത്രം പോലും ചൊല്ലാൻ അറിയാത്തവരും ഗണപതി ഹോമത്തിന് ഉപയോക്തമാക്കുന്ന മന്ത്രങ്ങൾ നിശ്ചയമില്ലാത്തവരും ശബരിമലയിൽ തന്ത്രിയായിട്ടുണ്ട്. ഇക്കാര്യത്തെക്കുറിച്ച് സമഗ്രമായി പഠിച്ച ജസ്റ്റിസ് പരിപൂർണനാണ് ആ കാര്യം പറഞ്ഞിട്ടുള്ളത്. ശബരിമല തന്ത്രിമാർക്ക് തന്ത്രവിദ്യയിൽ വിജ്ഞാനവും പരിശീലനവും ഉണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യത തന്ത്രികളുടെ നിയമന അധികാരിയായ ദേവസ്വം ബോർഡിനുണ്ട്. തന്ത്രികളെ നിയമിക്കാൻ അധികാരമുണ്ടെങ്കിൽ ഈ തന്ത്രികളെ നീക്കാനും പിരിച്ചുവിടാനും നിയമന അധികാരിക്ക് അധികാരമുണ്ട്. അതുകൊണ്ട് തന്ത്രി കുടുംബം എന്ത് തീവെട്ടിക്കൊള്ള ചെയ്താലും അവരെ തൽസ്ഥാനത്ത് നിന്നും മാറ്റാൻ പാടില്ല എന്ന വാദം യുക്തിസഹമല്ല. ക്രിമിനൽ കേസിൽ നടപടികൾ നേരിടുന്ന പ്രതികൾ നിർദ്ദേശിക്കുന്ന ആരെയും അവരുടെ യോഗ്യതകൾ പരിഗണിക്കാതെ കുടുംബ പാരമ്പര്യം മാത്രം നോക്കി നിയമിക്കാനുള്ള ഒരു ബാധ്യതയും ദേവസ്വം ബോർഡിനില്ലെന്നും കെ.എസ്. രാധാകൃഷ്ണൻ പറയുന്നു. ഗുരുതര ക്രിമിനൽ കേസുകളുടെ പശ്ചാത്തലത്തിൽ ശബരിമല തന്ത്രിസ്ഥാനം താഴമൺ കുടുംബത്തിൽ നിന്ന് മാറ്റണമെന്നാണ് തന്റെ അഭിപ്രായമെന്ന് തറപ്പിച്ച് പറയുകയാണ് രാധാകൃഷ്ണൻ. ക്ഷേത്രങ്ങളുടെ പവിത്രത കാത്തു സൂക്ഷിക്കണം എന്നത് ബി.ജെ.പിയുടെ ഒരു നിലപാട് കൂടിയാണ്. താഴമൺ കുടുംബം ശബരിമല തന്ത്രി പദവിയിൽ എത്താൻ യോഗ്യരല്ലെന്ന തന്റെ നിലപാടും പാർട്ടി നിലപാടും തമ്മിൽ ഭിന്നതയില്ലെന്നും കെ.എസ്. രാധാകൃഷ്ണൻ പറഞ്ഞു. എനിക്ക് പറ്റില്ല, അതുകൊണ്ട് എന്റെ മകൻ വരട്ടെ എന്ന് പറയാൻ ഇത് അവരുടെ കുടുംബസ്വത്തല്ല. ദേവസ്വം ബോർഡിനാണ് അതിന് അധികാരം. തന്ത്രസമുച്ചയത്തിലും തന്ത്രികളെ മാറ്റാമെന്നും കെ.എസ്. രാധാകൃഷ്ണൻ പറഞ്ഞു.